വടക്കേപ്പറമ്പിലെ നാളികേരവും അയാൾ തന്നെ കൊണ്ടുപോയി. മുതലാളിയോടൊന്ന് ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ പൊയ്ക്കോ. എന്തായി പോയ കാര്യം? നടക്കുന്ന മട്ടില്ല. കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കുന്ന മട്ടില്ല. ഓനൊരു പെണ്ണും കുട്ടിയുള്ള കാര്യം ഓലെങ്ങനെയോ മണത്തിറങ്ങിക്കണം. ഇനി പെടാപെടുന്നൊരു കാര്യം സംഘടിപ്പിക്കാൻ പ്രയാസ. നിങ്ങളെ മഹലുകാരൊക്കെ നിങ്ങൾക്ക് എതിരാണ്. എന്നാലും വലിയ ചതിവായി പോയല്ലോ. നിങ്ങൾ ബേജാറാവേണ്ടി ഇരിക്കുന്നു. നമുക്ക് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. നിങ്ങൾ മഹലിന്ന് ഒരു എഴുത്ത് മേടിക്കണം. നീ കാര്യം തെളിയിച്ച് പറ. കൊടകിലൊരു ആചാര്യന്റെ മോള് ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി. രായ്ക്ക് രാമാനം ഓളുടെ ബാപ്പ ആൾക്കാരും കൂടി ചെക്കനെയും പെണ്ണിനെയും പിടികൂടി. ചെക്കനൊരു കണക്കിന് പെരുമാറി. പെണ്ണിനോട് മുറിയിലിട്ട് പൂട്ടിയിരിക്കുക. ഏലവും കാപ്പിയും കുരുമുളകും ഒക്കെ ആയിട്ട് മൂപ്പർക്ക് കണക്കല്ലാത്ത സ്വത്തുണ്ട്. പക്ഷേങ്കില് മൂപ്പർക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നാട്ടിലൊരു കാര്യം കിട്ടാൻ വിഷമ. നമുക്കേ ഇതൊന്നും അങ്ങോട്ട് ആലോചിച്ചാലോ? ആലോചിക്കാനൊന്നുമില്ലാന്ന്. ശ്രീധനായിട്ടേ 3 ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ പോണത്. പിന്നെ ഒരു 15 പവൻ മെഹർ സംഘടിപ്പിക്കണം. നമ്മൾ കുറയാൻ പാടൂലല്ലോ. അല്ല, ഒരു 2ാം കെട്ടുകാരനെ അതൊന്നും ഓൾക്കൊരു വിഷയമല്ല. നിങ്ങൾ മഹല് കാലീന് ഇതിന് കത്ത് വാങ്ങി തന്നാ മതി. നമ്മളെ ജില്ലയിൽ നിന്ന് ഒരു കാര്യം കിട്ടുക എന്ന് പറഞ്ഞാ ഓൾക്കിത് വലിയ കിട്ടലാന്ന്. അത് ഉമ്മാതിരി കുട്ടിക്ക്. അപ്പൊ ഞാൻ ഇറങ്ങാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി. മോന്റെ നിക്കാഹിന് വേണ്ടി കള്ളസാക്ഷ്യത്തിനുള്ള കത്താണ് നിങ്ങൾക്ക് വേണ്ടത് ലേ? മറ്റൊരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ച് തന്നെ വേണോ മൊയ്തുപ്പ ഇത്? ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഓളെയും കുട്ടിനെ അന്റെ പെരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നൂടെ? നിങ്ങൾ ഉപദേശം കേൾക്കാനല്ല ഞാൻ വന്നത്. നിങ്ങൾക്ക് തരാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാ മതി. ഇല്ല, ഞമ്മക്കിത് തരാൻ പറ്റൂല. ഇതെന്താ നാട്ടില് നടപ്പില്ലാത്തതാ? ഇങ്ങക്കിത് ആദ്യം അങ്ങോട്ട് പറഞ്ഞൂടെ? അല്ല പിന്നെ നിങ്ങൾ ബേജാറാവേണ്ടിയിരിക്കുന്നു. മഹലിലൊരു കത്തും കാലിന്റെ ഒരു ഒപ്പും ഇതല്ലേ പ്രശ്നം? അത് നമ്മൾ ഉണ്ടാക്കുന്നു. ഇതുപോലെ എത്ര എണ്ണം നമ്മൾ ഉണ്ടാക്കിയതാ. വെള്ളിയാഴ്ച മങ്ങിണി, ശനിയാഴ്ച കല്യാണം, കിട്ടിയ ശ്രീധരത്തൊക്കെ ആയിട്ട് രാത്രി തന്നെ നമ്മളങ്ങോട്ട് എത്തും. പിറ്റേ ദിവസം ഞായറാഴ്ച മോളുടെ പുതിയാപ്പിളക്ക് പറഞ്ഞ പണം ക്രൊക്കായിട്ട് എണ്ണിക്കൊടുക്ക. എന്തേ പോരെ? അതുവരെ ഓലെ പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പറഞ്ഞ മെഹർ നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടല്ലോ, തലേന്ന് മങ്ങിണിക്ക് വെക്കാനുള്ളതാ.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പോ സാഹിബ 25 ഞായറാഴ്ച. ഇനി അപ്പുറത്തേക്ക് ഒരു ഡേറ്റ് ഇല്ല. ഉം. കാരണം പിറക്കുന്ന മാസം റമദാനാ. ശരിയാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നാരങ്ങത്തൊടിയിൽ മൊയ്തിപ്പയുടെ മകൾ സൈറാബാനുവും ഇല്ലിക്കപ്പറമ്പിൽ സൂപ്പിയുടെ മകൻ ഇബ്രാഹിമും തമ്മിലുള്ള വിവാഹം ഷാഹിബ 25 ഞായറാഴ്ച ഉറപ്പിച്ചിരിക്കുന്നു. എന്താ മോനെ? ഓ ധാരാളം. ഇനി കൈ കഴിക്കോളി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാവും. വരി വരി. നിങ്ങളൊന്ന് വരി, ഒരു കാര്യം പറയാം. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പൊന്നിന് 6 മാസത്തെ ഇടയരാ. ആയിക്കോട്ടെ. പക്ഷെ പറഞ്ഞ പൈസ അത് പറഞ്ഞ ഡേറ്റിന് കിട്ടണം. ചെക്കന് വിസന്റെ കാശ് കൊടുക്കാനുള്ളതാ. അതിന്റെ ഗുണം തന്റെ മോൾക്ക് തന്നെയാണ്. കൂട്ടിക്കോ. അത് പിന്നെ പറയാനുണ്ടോ? അതൊക്കെ കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിക്കും. നിങ്ങൾ വരി, കൈ കഴുകി നടക്കി. എന്തൊരിപ്പാ മോനെ, ഈ വന്നെന്തെങ്കിലും ഒന്ന് കഴിക്കും. വേണ്ടുമ്മ, എനിക്ക് വിശപ്പില്ല. പടച്ചോ നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് കുട്ടിയാണ്. ഹലോ ഇക്ക, ഇത് ഞാനാണ്. നിന്റെ വിളി കാണാഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? നിന്റെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? ഇക്ക, ഞാൻ അങ്ങോട്ട് വരിക. എന്താ, എന്തു പറ്റി? 2 മാസം പോലും തികയാതെ. ഏയ് ഒന്നുമില്ല. എന്തോ ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നില്ല. ജനിച്ചു വളർന്ന നാട്ടിലെ കാലാവസ്ഥ പിടിക്കുന്നില്ലെന്നോ? നീ എന്താ അർദ്ധരാത്രി വിളിച്ച് തമാശ പറയുക? അതൊന്നുമല്ല. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. സൈറാന്റെ കല്യാണം നിശ്ചയിച്ചു. നിനക്കവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നൂടായിരുന്നു? അതൊന്നും നടക്കില്ലിക്ക. എന്റെ ഷാഹിദെ, നീ ഇത്രക്ക് പാവമായി പോയല്ലോ. എന്നാൽ ഞാനങ്ങോട്ട് വന്നാലോ? വേണ്ട, നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കൂട്ടാം. എന്റെ റബ്ബില്ലാലമീനായ തമ്പുരാനെ, മോന്റെ കണ്ണീര് കാണുന്നില്ലേ? ഓനത്തിരി സന്തോഷവും സമാധാനവും കൊടുക്കണേ. വണ്ടി അതാ വന്നിക്കണ്, കാത്തിക്കണ്. നിങ്ങളൊന്ന് ഇറങ്ങി ചങ്ങായിമാരെ. ഇതേ വരുന്നേ, ഓനൊന്നും കൂടെ ഇറങ്ങിക്കോട്ടെ. വരുന്നേ, എന്താണിത്? ഇങ്ങോട്ട് ഇറങ്ങി. വേഗം നടക്കടാ. ഇപ്പൊ ഇറങ്ങിയാലല്ല നേരത്തിനുണ്ട് എത്താൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങി നിങ്ങള്. ഇറങ്ങേ. പുറപ്പെടാൻ ഇറങ്ങ്. നിങ്ങളും വരി. വരി, ഇത് ഇവിടെ കേറിക്കോളി. ഇവിടെ കേറി കേറി. നിങ്ങൾ ഇവിടെ കേറി. ഇവിടെ കേറിക്കോളി. കേറിക്കോളി. സീറ്റ് ഉണ്ടല്ലോ അവിടെ. ഞാൻ കേറിയെന്ന് എന്തിനാ ഇറങ്ങിയാലാണ് ബാഗ്? നമ്മള് പിന്നെ അവിടെ എത്തിയാ വിളിക്കാൻ മറക്കരുത്. ഓക്കെ. ഹലോ, മിടുപ്പല്ലേ? ഇത് നമ്മളിവിടെ എത്തി. ഒരു ലോഡ്ജിൽ മുറി എടുത്തിരിക്ക. അത് ശരി തന്നെ. ഭയങ്കര തണുപ്പ്. എന്നാ ശരിട്ടാ, വെക്കട്ടെ.
ഇങ്ങനെയുണ്ട് തണുപ്പ് പതിരിങ്ങളെ. ആ ഇജൊന്ന് പോയി കുളിക്കുന്നു. പുയ്യാപ്പിളൊരു ചൊങ്കനാന്ന്, ഓലൊന്ന് കാണട്ടെ. ഭയങ്കര തണുപ്പാ. തണുപ്പാ? ഇത് കൊടകാണ് മോനെ, കൊടക്. ഇവിടെ തണുപ്പല്ലാതെ പിന്നെ ഓറഞ്ച് വളയണ നാടാ അത്. ഓല് വന്നു എന്നാ തോന്നുന്നു. ആ വരി, ഇങ്ങോട്ട് വരീന്ന്. ആ വരി, കുത്തിരിക്കി ആ ഇരിക്കി. കുത്തിരിക്കി. ആ ആ നിങ്ങൾ എത്തിയിട്ട് കുറെ നേരമായ? ആ കുറച്ചു നേരെ. ആചാര് ഭയങ്കര ബേജാറില്ല. ഇന്ന് മങ്ങിണി, നാളെ കല്യാണം. ഇങ്ങളെങ്ങാനും അവിടെ എത്തിയിട്ടില്ലെങ്കിൽ മൂപ്പര് ആത്മഹത്യ ചെയ്യും. ആ ഒരേ ഒരു മോളാണ്. ആ എവിടെ പുരാപ്പള? ആ ഒന്നിങ്ങോട്ട് നീങ്ങിയിരിക്കും സമീറ. നല്ല ചേർച്ച. ആചാരൊന്ന് കിടുങ്ങും. പിന്നെ കിടുങ്ങാതെ പത്തര മാറ്റി തങ്കാത്. എന്നാലേ ആ മഹർ ഇങ്ങോട്ട് എടുത്തോളി. മങ്ങിണിക്ക് വെക്കാനുള്ളതാണ്. ഇത് ഇവിടുത്തെ ഒരു ആചാര. മെഹർ സദസ്സിൽ വെക്കും, പിന്നെ പെണ്ണിനെ ഇരുത്തും, പിന്നെ പാട്ടും കളിയും ഒക്കെ ഉണ്ടാവും. അതും കൊടുത്തോ. എന്നാ ആ മഹലിലെ കത്തും കൂടി ഇങ്ങോട്ട് എടുത്തോളി. എന്നാ രാവിലെ എല്ലാരും കുളിച്ച് റെഡി ആയിക്കും. 11 മണിയാകുമ്പം നിക്കാഹ്. 9 മണിയാകുമ്പം തേടിയാൾ ഇങ്ങോട്ട് വരും. എന്തേ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ആചാര് ബേജാറായി നിൽക്കുന്നുണ്ടാവും. ആ അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി എന്തേ നടന്നോളേ. അപ്പൊ ഒക്കെ പറഞ്ഞ മാതിരി നാളെ കാണാം. എന്നാലും വലിയ കഷ്ടമായി പോയില്ലേ സൈതാലിയെ? ഞാൻ എത്ര നല്ല ആലോചന കൊണ്ടുവന്നാ ഓൻ ഭയങ്കണ്ടേ. ഓനിപ്പൊ പോകാന്നോലെ 5-6 കൊല്ലം കൂടിയിട്ട് വന്നതാ. ഇനി എപ്പോഴാന്നോലെ ഒരു തിരിച്ചു വരവ്. മനുഷ്യന്മാര് ഇത്ര ക്രൂരന്മാരായിക്കൂടാ. അല്ലേലും ഓന്റെ കളിക്കൂട്ടുകാരിയല്ലേ ഓള്. പൊന്നും പണവും ഒന്നും വേണ്ട, ഓളെങ്ങട്ട് കൈ പിടിച്ചു കൊടുത്താ മതി. പടച്ചോൻ വിടൂലോനെ. അതൊന്നുമല്ല, എനിക്ക് ഉമ്മാന്റെ കണ്ണീര് കാണാൻ കഴിയൂല. ആ കസേര കൊണ്ടാ ഇറക്കിയേക്ക്. അപ്പുറം അത് അപ്പുറം. ആ എന്താ നോക്കിക്കുന്നു, വേറെ കൂടെ തട്ടിമുട്ടി ആളെ മേത്തൊന്നും കരയാക്കണ്ട.
ഇജാട്ട് കൊണ്ടേക്കാ മൊയ്തുപാടിനോട് വിളിച്ചാ. ആ എപ്പ എത്തി മോളെ? ഇരിക്കട്ടോ. അസ്സലാമലൈക്കും. ആ ആ എന്ത് പണിയാ മൊയ്തുപ്പാച്ചി കാട്ടുന്നത്? ഇങ്ങനെയാണ് പുതിയാപ്പിള ഇറങ്ങൂലട്ടോ. എത്ര അവധിയാച്ചി മാറ്റി മാറ്റി പറഞ്ഞത്. ഇങ്ങൊന്ന് പതുക്കെ പറയും. നിങ്ങളെ കാശ് കൃത്യമായിട്ട് കിട്ടിയിട്ട് നിക്കാതെ നടത്തിയാ മതി. ചെറിയൊരു പ്രശ്നം, അതാ താമസം. ഓൻ കാശിന് പോയിട്ടുണ്ട്, അവൻ വരണം. എന്നാലും അത് ശരിയാവൂല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പുതിയാപ്പിള ഇറങ്ങിക്കോട്ടെ. പന്തലിലെത്തി കൈ കൊടുക്കുന്നതിന് മുമ്പ് പണം റൊക്ക എണ്ണി നിങ്ങളെ കയ്യിൽ തരാം. എന്താ പോരെ? പോയിട്ട് വരുമല്ലോ അല്ലേ മോളെ? ഇങ്ങോട്ട് നടക്കേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ഇരിക്കും ഇരിക്കും. എല്ലാരും ഇങ്ങോട്ട് ഇരിക്കും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ മൊയ്തുപ്പാ, സംഗതി ശരിയായില്ലേ? ഒരല്പം കൂടി ക്ഷമിക്ക്, അവരിപ്പം ഇങ്ങോട്ട് എത്തും. മോനെ ആ പാട്ട് നിർത്തിക്കേ, വരുന്നുണ്ട്.
വലൈക്കും അസ്സലാം. ആ ഉസ്താദ് ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇങ്ങോട്ട് ഇരുന്നോളി. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. എന്താ മൊയ്തുപ്പ എന്നാ നോക്കുക. കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ, 1-2 ആൾ കൂടി വരാണ്ട്. പോരെ. എന്ത് പറ്റിയോ? ഉറങ്ങിയ? തീരെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. സമയം പറഞ്ഞതിൽ ഒരുപാടായി. ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാവോ? ഇജ്ജ് ബേജാറാവാണ്ടിരിക്കുന്നു. അതൊക്കെ എന്റെ ബാപ്പ മാനേജ് ചെയ്തോളൂ. ഓല് വന്നിക്കണേ. ഓക്കെ. എവിടെയാണ് നിന്റെ പത്രം മാറ്റി തങ്കം? മഹലുകാതിന്റെ കള്ളപ്പും സീലും വാങ്ങിട്ട് 2ാം കെട്ടിന് ഇറങ്ങിയിരിക്കണ്ട നായിന്റെ മോനെ. മേലാലിയൊക്കെ തട്ടിപ്പ് കൊണ്ടിറങ്ങിയേക്ക് പിടിച്ച് കെട്ടണല്ലാച്ചില്ലേ. എന്നിട്ട് പോലീസിനെ വിളിക്ക്, പത്രക്കാരെയും വിളിക്ക്. പരിപാടിയല്ലേ മയ്യത്ത് ഞാനും എടുക്കും. പടച്ചോനെ വിചാരിച്ച് നമ്മളൊന്നും ചെയ്യരുത്. ഒരബദ്ധം പറ്റിയതാണ്. അതൊക്കെ പോരുമ്പോ ആലോചിക്കണം. വിവാഹ വീരന്മാരുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരട്ടെ. നടക്കണ. എനിക്ക് സാരല്ല. അയന്മാര് പോയാ ഉറപ്പേ. ഇനി ഇവിടെ ഒന്നും ശരിയാവൂല. പോയതൊക്കെ പോയി. ഇപ്പൊ പോയാ തടിയെങ്കിലും കിട്ടൂടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ മൊയ്തുപ്പ നിക്കാഹ് തുടങ്ങല്ലേ? വരട്ടെ. ഇതിനൊരു തീരുമാനമായിട്ട് മതി നിക്കാഹ്. നിക്കാഹ് നടക്കട്ടെ കാരണവരെ. ചടങ്ങുകളൊക്കെ പിന്നീട് ആവാലോ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ബ്രയെ ജനിക്ക് ആളെ പറഞ്ഞ് പറ്റിക്കല്ലേ. എന്തുപറ്റി? ഇങ്ങോട്ട് ഇരുത്തിക്കോളി. മൊയ്തുപ്പ ഇതൊക്കെ ഇവന്റെ ഒരു അടവാ. ഇതൊന്നും നമ്മളെടുത്ത് ചെലവാകൂല. ആൾക്കാര് പറഞ്ഞപ്പോ നമ്മളത് വിശ്വസിച്ചില്ല. വരും കുട്ടികളെ, നമുക്ക് മാനാ വലുത്. മോനെ പോലെ കാരണവരെ എന്തുണ്ടാവും നമുക്ക് പറഞ്ഞു തീർക്കാം. കത്തീവ് അങ്ങനെ പലതും പറയും. ഇത് നടക്കും. പോലെ കാരണവരെ എന്ത് പറ്റി മൊയ്തുപ്പ? അങ്ങോട്ട് ചാരി ഇരുന്നോളി.
അപ്പൊ മൊയ്തുപ്പാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ലാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, ഓൻ കുരുത്തുള്ളവനാ. വരും കുട്ടികളെ വരി, എന്തായാലും നന്നായി. മൊയ്തുപ്പ, അന്റെ മോള് പുണ്യം ചെയ്തോളാം. അള്ളാഹു ഓളെ കൂടെ ഉണ്ട്. നിന്റെ പൂർണ്ണ സമ്മതത്തോടെ ഇതാണ് നടത്തി കൊടുക്കുക. വരി, ഇരിക്കും. അള്ളാഹു കൂട്ടിയണക്കിയതിനെ ഇനി ഒരു മനുഷ്യരാലും പിരിക്കാൻ പറ്റൂല. വരും കുട്ടികളെ.